New Hope TV, your encounter with God. എഫിഷ്യൻസ് 5-ാമത്തെ അധ്യായം 26-ാമത്തെ എന്ന് പറയുന്നത് വാഷ് മീ ബൈ ദ വാട്ടർ അല്ലേ? ഒന്ന് പെട്ടെന്ന് വായിക്കോ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. വചനത്തിന്റെ ജലത്താൽ നമ്മളെ കഴുകുകയാണ്. He's cleansing you with the water by the word. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത വചനം വായിക്കോ. ഈ 51:3 സങ്കീർത്തനം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പാപം നമ്മൾ എപ്പോഴും അറിയണം. അതിനെക്കുറിച്ച് ഗിൽറ്റി ആകണമെന്നല്ല പറയുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്ത പാപം, ഏറ്റു പറയാത്ത പാപം എൻ്റെ മുമ്പിൽ നിൽക്കുക. ഐ വിത്ത് മീ. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റു പറയണം. അല്ലാതെ നീ പണ്ട് ചെയ്ത പാപങ്ങൾ, ദൈവം ക്ഷമിച്ച പാപങ്ങളെക്കുറിച്ച് നിൻ്റെ മുമ്പിൽ നിന്ന് നീ അതിനെക്കുറിച്ച് ഒരു എന്നാ പറയുന്നത്, ഗിൽറ്റിന് എന്താ പറയുക, കുറ്റബോധമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് പാപബോധമാണ്. പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം, എ നോളജ് ഓഫ് സിൻ, നോട്ട് ഗിൽറ്റ്. അതാ ഇവിടെ പറയുന്നത്. ഫോർ ഐ അക്നോളജ് മൈ ട്രാൻസ്ഗ്രഷൻസ് ആൻഡ് മൈ സിൻ ഇസ് ഓൾവേസ് ബിഫോർ മീ. ഞാൻ ചെയ്ത പാപം എൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ ഞാൻ അത് ഏറ്റുപറയുകയാണ്. അടുത്ത വചനം വായിക്കോ. ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ആമേൻ. അവിടെ പറയുന്നത്, against you only have I sinned and done this evil in your sight, that you may be found just when you speak and blameless when you judge. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. blameless. So you must be found just when you speak and blameless when you judge. റോമാർക്കുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന സ്ഥലമുണ്ട്, that he is just and the justifier of those who have faith in Jesus Christ. Are you with me? ജസ്റ്റ് എന്താണ്? നിയമത്തിൻ്റെ നീതി എന്താണെന്നും, പക്ഷേ നിയമത്തിൻ്റെ നീതിയിൽ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം എൻ്റെ അവകാശമാണെങ്കിൽ പോലും അവൻ എന്നെ വിധിക്കുമ്പോൾ അവൻ നീതിമാനായിട്ട് അവൻ പാപം ഏറ്റെടുത്തിട്ട് he justifies me. Are you with me? അതാണ് ഇവിടെ പറയുന്നത്. Against you only have I sinned and done this evil in your sight, that you may be found just when you speak and blameless when you judge. Are you with me? അപ്പോൾ അവൻ എന്നെ കുറ്റരഹിതമായ ഒരു വ്യക്തിയായിട്ട് അവൻ്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ ഇരുമ്പോൾ he is justifying me, because the price of my sin has been paid by my Jesus, my Redeemer, my Savior. Are you with me? Hallelujah. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, against you only have I sinned. നമ്മൾക്ക് പാപം ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ എനിക്ക് പാപമോചനം തരാൻ പറ്റുകയുള്ളൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കടക്കാരനുണ്ടെങ്കിൽ ആ കടം എന്നാ പറയുന്നത്, ഒരു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ഡെറ്റർ ഉണ്ടെങ്കിൽ, are you with me? Only the creditor can forgive or relinquish the debt. Are you with me? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനം ലംഘിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നത് ദൈവത്തിൻ്റെ എതിരാണ്. ആ ദൈവത്തിന് മാത്രമേ എൻ്റെ പാപത്തിന് മോചനം തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്ന് പകരക്കാരനായിട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ചത്. അപ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയേണ്ടത് എങ്ങോട്ടാണ്? ദൈവത്തിനോടാണ് പാപങ്ങൾ ഏറ്റുപറയേണ്ടത്, ഒരു മനുഷ്യനോടുമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ ഒരിടത്തും പറയുന്നില്ല മനുഷ്യന് പാപമോചനം തരാനുള്ള കഴിവുണ്ടെന്ന്. വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ലോകത്തിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടും. ദിസ് ഈസ് ഓൺലി എ കോൺഫർമേഷൻ ദാറ്റ് നമ്മൾ ഇവിടെ എന്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കെട്ടുന്നുവോ അഴിക്കുന്നുവോ അത് ദൈവം അവിടെയും സ്വർഗത്തിലും അതിനു വേണ്ടി അഴിക്കുകയോ കെട്ടുകയോ ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആ ഒരു ഉപമയുണ്ടല്ലോ. ഒരു യജമാനനോട് ഒരു വ്യക്തി, അവൻ്റെ ഭൃത്യൻ വളരെയേറെ പൈസ കടമുണ്ടായിരുന്നു. പക്ഷേ അവനെ ആ കടം മുഴുവൻ വീണ്ടെടുക്കുവാനായിട്ട് നടപടി എടുത്തപ്പോൾ അവൻ വന്നിട്ട് അവനോട് യാചിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ കടം മുഴുവൻ ഇളവാക്കി കൊടുത്തു. പക്ഷേ അവൻ്റെ ഒരു ഭൃത്യനുണ്ടായിരുന്നു, വളരെ നിസ്സാരമായ ഒരു തുക അവനോട് കൊടുക്കാനുള്ളത്. പക്ഷേ അവൻ വന്ന് ഇവനോട് യാചിച്ചപ്പോൾ അവന് ക്ഷമിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കാരാഗൃഹത്തിലിട്ടു.
അപ്പോൾ മറ്റ് ഭൃത്യന്മാർ വന്ന് ഈ യജമാനോട്, വലിയ യജമാനോട് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് അവനോട് പറയുകയായിരുന്നു, അല്ലേ, ഞാൻ പൊറുത്തു പക്ഷെ നീ പൊറുത്തില്ല. കാരണം എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, ആ ചെറിയ കടമെടുത്ത വ്യക്തിക്ക് വലിയ യജമാനന് പൊറുക്കാനുള്ള കഴിവില്ല. അവന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് കടം കൊടുത്ത ആൾ തന്നെ വേണം പൊറുക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ദൈവം അതാ പറയുന്നത്, അപ്പം കടം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതൊരു പാപമാണ്. പക്ഷേ ഞാൻ ഈ ലോകത്തിൽ എനിക്ക് കടം കിട്ടാനുള്ള വ്യക്തിയെ ഞാൻ പൊറുക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിലും അവൻ്റെ കണക്കിൽ ആ പൊറുതി ഇട്ട് കഴിഞ്ഞു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മേ ബി ഐ ക്യാൻ ടെൽ ഇൻ ഇംഗ്ലീഷ്, ദാറ്റ് വിൽ ബി ബെറ്റർ. Suppose I have given some money to someone and he owes the money to me, and if he refuses to pay the money to me, that is a sin, because you have to keep your word. Are you with me? It is a sin not only in the legal terms here, it is a sin in heaven also, because you have not kept your word. Because നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം, ഈസ് എ കവഡന്റ് കീപ്പിംഗ് ഗോഡ്. പറഞ്ഞാൽ പറഞ്ഞതാ. Are you with me? അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇവിടെ, when I forgive my debtor and I say, okay, I am writing it off, God will also write off that sin in heaven. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് ഈസ് വാട്ട് ഇസ് മെന്റ് ബൈ ഞാൻ ഇവിടെ അഴിക്കുന്നതൊക്കെ അവിടെ അഴിക്കപ്പെടും. He will only confirm my action on this world. Are you with me? അല്ല, പാപത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ഹല്ലേലൂയ. പാപം പൊറുക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ യേശുവിനോട് പാപങ്ങൾ ഏറ്റു പറയണം. അങ്ങനെയാണെങ്കിൽ അവൻ ആ പാപം നീതിമാനായതിനാൽ എന്നെ ആ പാപത്തിൽ നിന്ന് മോചനവും എല്ലാ നീതിയിൽ നടക്കാനുള്ള കഴിവും ദൈവം നമുക്ക് തരും. പിന്നെ സങ്കീർത്തനം 28 പ്രോവേർബ്സ്, സുഭാഷിയൻ 28:13 വായിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. Amen. He who covers his sins will not prosper, but whoever confesses and forsakes them will have mercy. മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തിൻ്റെ ആ അഭിവൃദ്ധി, നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയണം, ദൈവത്തിൻ്റെ പാപമോചനം നമ്മൾക്ക് നേടണം, അങ്ങനെ നീതീകരണം കിട്ടണം, അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം പുനർസ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ അയച്ചിരിക്കുന്ന ഒരു വചനം പോലും പാഴായി പോവുകയില്ല, അത് അയച്ചിരിക്കുന്ന പ്രവൃത്തി നിർവഹിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ആ അഭിവൃദ്ധി ദൈവത്തിൻ്റെ ആ പ്രോസ്പെരിറ്റി എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ട് രമ്യപ്പെടണം. പിന്നെ പാപങ്ങൾ ഏറ്റു പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, ഹൂ കൺഫെസസ് ആൻഡ് ഫോർസേക്സ് ദം. നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിനോട് വിട പറയണം. യു മസ്റ്റ് ഫൊർഗിവ്. ആ പോർഷൻ കൂടെ വായിക്കാമോ? തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റു പറയുകയും പാപം ഉപേക്ഷിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമെന്ന്. പിന്നെ ജെറമിയ പ്രവാചന പുസ്തകം 3-ാമത്തെ അധ്യായം 12-13 വായിക്കുക. ജെറമിയ 3:12-13. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിന് കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിൻ്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഇതൊരു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സഭകൾക്കുള്ളൊരു ദൂതാണ്. അയ്യുന്നീ ദൈവത്തിൻ്റെ സ്വന്തം ജനം, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ പല ഇടങ്ങളിലും പറയുന്നുണ്ട്, മൈ പീപ്പിൾ, എൻ്റെ ജനം, ഞാൻ അവരുടെ ദൈവമാണ്, അവരെൻ്റെ ജനമാണ്. ദൈവം ഗോഡ് വാണ്ട്സ് ടു ഹാവ് സച്ച് ഒരു പേഴ്സണൽ ലവിങ് റിലേഷൻഷിപ്പ് വിത്ത് യു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ബാക്ക് സ്ലൈഡിങ് വെച്ചിട്ട് നമ്മൾ അകന്നു പോകുന്ന ഒരു സഭ ഇന്ന് ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? സഭ എന്ന് പറയുന്ന പല സഭകളിലും അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. അവർ ഈ ലോകവുമായിട്ട് മൈത്രിയായിട്ട്, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യാക്കോബ് ലേഖനം 4-ാമത്തെ അധ്യായം അല്ലേ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അങ്ങനെ സഭകളെന്ന് പറയുന്നത് അത് പല സഭകളും ഇന്ന്
ദൈവത്തോടൊരു ശത്രുതയിലാണ്. കാരണം അവർ പ്രീതിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത് ലോകത്തിൻ്റെ രീതികളെയാണ് അവർ കൈക്കൊള്ളുന്നത്. അങ്ങനെയുള്ളവരാണ് ദൈവം പറയുന്നത്, റിട്ടേൺ ബാക്ക്സ്ലൈഡിങ് ഇസ്രായേൽ says the Lord, I will not cause my anger to fall on you, for I am merciful, says the Lord. I will not remain angry forever. Only acknowledge your iniquity. ഇതാണ് ദൈവം പറയുന്നത്. നീ നിൻ്റെ പാപങ്ങളേറ്റ് പറയുക. only acknowledge. നിന്നെ തന്നെ ഒന്ന് എളിമപ്പെട്ടിട്ട് നീ നിൻ്റെ പാപങ്ങളേറ്റ് പറയുക. അത് ഇന്നിക്വിറ്റി എന്താണ്? ദാറ്റ് യു ഹാവ് ട്രാൻസ്ഗ്രസ് അഗെയിൻസ്റ്റ് ദ ലോർഡ് യുവർ ഗോഡ് ആൻഡ് ഹാവ് സ്കാറ്റേർഡ് യുവർ ചാംസ് ടു ഏലിയൻ ഡേറ്റീസ് അണ്ടർ എവറി ഗ്രീൻ ട്രീ ആൻഡ് യു ഹാവ് നോട്ട് ഒബേയ്ഡ് മൈ വോയിസ് സെസ് ദ ലോർഡ്. അപ്പോൾ മനസ്സിലാക്കി, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സഭയോട് പറയാ, തിരികെ വാ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശിക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൊല്ലുകയില്ല, ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്, കാരണം നീ എൻ്റെ ജനമാണ്. ഐ വിത്ത് മീ. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സഭകൾ എന്തുമാത്രം ദിനംതോറും അകന്നു പോവുകയാണ് സത്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. എങ്ങനെയാണ് അകന്നു പോകുന്നത്? ലോകത്തോട് ചേരാനാണ്. ഐ വിത്ത് മീ. ലോകത്തോടും അതിൻ്റേതായ രീതിയോടും ചേരുവാനായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സഭകളെയാണ് നമ്മൾ കാണുന്നത്. എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്, പാരമ്പര്യം എല്ലാം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സത്യവചനത്തിൽ നിന്ന് ദിനംതോറും അകന്നു പോകുന്നൊരു ജനത്തെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ ടൈറ്റസ് 2-ാമത്തെ അധ്യായം 13-14 വചനം ഒന്ന് വായിക്കുക. ടൈറ്റസ് 2:13-14. ഇന്ന് നമുക്കൊരു പ്രത്യാശ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ പ്രത്യാശയിലാണ് നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ടത്. വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അതേ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആമേൻ. അത് ശരിയാണ്. ആക്ച്വലി വിൽ റീഡ് ഫ്രം 11 onwards. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. For the grace of God that brings salvation has appeared to all men. നമുക്ക് രക്ഷ വരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്കറിയാം, എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചത്. ആ രക്ഷയെക്കുറിച്ചും ആ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. For the grace of God that brings salvation has appeared to all men, teaching us that denying ungodliness and worldly lust. ഇത് വളരെ ഇതാണ്. ഇത് അൺഗോഡ്ലിനെസ്, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തോട് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. പിന്നെ ഈ ലോകത്തിൻ്റേതായ മോഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ ആൻഡ് വേൾഡ്ലി ലസ്റ്റ് വി ഷുഡ് ലിവ് സോബർലി, റൈച്ചസ്ലി ആൻഡ് ഗോഡ്ലി ഇൻ ദ പ്രസൻറ്റ് ഏജ്. സോബർലി നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് സുബോധത്തിൻ്റെ ഒരു ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ആത്മാവിൻ്റെ നിയന്ത്രണത്താൽ നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച് ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്ന്. അങ്ങനെ നയിക്കുന്ന വ്യക്തികളുടെ എന്തായിരിക്കണം അവരുടെ ഒരു പ്രത്യാശ? ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ആർ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ആരൊക്കെ വിശ്വസിക്കുന്നത്? അതിന് വേണം, അതായിരിക്കണം നമ്മളുടെ ഫോക്കസ്. ഹല്ലേലൂയ. Who gave himself for us that he might redeem us from every lawless deed and purify for himself his own special people, zealous for good works. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളെ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്ത് രക്ഷിച്ചത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി ആകാംക്ഷമായി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയുടെ ലേഖനത്തിൽ പറയുന്നത്, നീതിമാനായ ഒരു ദൈവം എനിക്ക് നീതിയുടെ ഒരു കിരീടം എനിക്കും ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം, അതിനുവേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. പിന്നെ നെഹമ്യ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 6-ാമത്തെ ഒരു നെഹമ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താ, ആ അവശേഷിക്കുന്ന വ്യക്തികൾ, ജെറൂസലേമിൽ അവശേഷിച്ചിരുന്ന വ്യക്തികളുടെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ ദൈവത്തോട് യാചിച്ച് പ്രാർത്ഥിക്കുകയാണ് നെഹമ്യ പ്രവാചകൻ. 1-ാമത്തെ അധ്യായം 6-ാമത്തെ വായിച്ചാൽ മതി. പക്ഷേ ആ 1-ാമത്തെ അധ്യായം മുഴുവൻ
നെഹമ്യായുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ജെറൂസലേമിൽ അവശേഷിച്ചിരുന്ന ആ യഹൂദ ജനത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ എന്ന് ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Please let your ear be attentive and your eyes open, that you may hear the prayer of your servant, which I pray before you now, day and night, for the children of Israel, your servants, and confess the sins of the children of Israel, which we have sinned against you, both my father's house and I have sinned. മനസ്സിലാക്കണം, അവിടെ പാപം ചെയ്ത് ഏറ്റുപറയാണ്. പക്ഷേ ദൈവത്തോട് യാചിക്കുകയാണ്, നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ, നീ ഞങ്ങളെ കടാക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ യാചനകൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതും കടാക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനം ഈജിപ്തിൽ കരഞ്ഞ് നിലവിളിച്ചു. ദൈവത്തിൻ്റെ വചനം പറയും, നിലവിളി കേട്ടു. നിലവിളി കേട്ടിട്ട് എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനോട് വാഗ്ദാനം ചെയ്ത ആ ഉടമ്പടി ഓർത്തു. ആ ഉടമ്പടിയുടെ സന്തതികളാണെന്ന് ഇവരെ അംഗീകരിച്ചു. ആയുധി അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മളുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾക്ക് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ബലഹീനതയിൽ അവനോട് കരഞ്ഞപേക്ഷിക്കണം. അവൻ നമ്മളുടെ കൃപ വ്യാപരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക്. ഏത് മേഖലയായിക്കോട്ടെ, പാപത്തിൻ്റെ മുകളിലായിരിക്കാം, അല്ലെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ, നമുക്ക് ദൈവത്തിൻ്റെ ഒരു 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 പ്രവർത്തനം അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചാൽ നിലവിളി കേൾക്കുന്ന ദൈവം മാത്രമല്ല, ആ നിലവിളി എന്താണ് കാരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്ന ദൈവമാണ്. Are you with me? He is not only able to hear, but he is able to act on that situation. Hallelujah. പിന്നെ ദൈവത്തിൻ്റെ വചനം, പിന്നെ നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 2-3 ഒന്ന് വായിക്കാം. നെഹമ്യ 9:2-3. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരെന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. ആമേൻ. നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം. വചനം നമ്മളെ കൺവിക്റ്റ് ചെയ്യും. ആ കൺവിക്ഷൻ നമുക്ക് ദൈവത്തിൻ്റെ യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ടല്ലോ, ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ കൺവിക്റ്റ് യു ഓഫ് സിൻ. ആ കൺവിക്ഷൻ വേണം. വചനം വായിച്ചാൽ മാത്രമേ ഉള്ളൂ, അത് പറ്റുകയുള്ളൂ. അങ്ങനെ കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ദൈവത്തിനോട് അവർ പാപങ്ങൾ ഏറ്റുപറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തെന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Then those of the Israelite lineage separated themselves from all the foreigners, and they stood and confessed their sins and the iniquities of their fathers. Pinne, and they stood up in their place and read from the book of the law of the Lord their God for 1/4 of a day. 6 മണിക്കൂർ അവർ ദൈവത്തിൻ്റെ വചനം വായിച്ചു. പിന്നെ അടുത്തത്, and for another 4th they confessed and worshipped the Lord their God. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനം വായിക്കാൻ സമയമില്ല. അയ്യുന്നീ അവൻ ദൈവത്തിന് നമ്മളെ കൺവിക്റ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയാൻ സമയമില്ല, ദൈവത്തെ ആരാധിക്കാനും സമയമില്ല. അയ്യുന്നീ വി ആർ സോ പ്രീ ഓക്യുപ്പൈഡ് വിത്ത് ദ തിങ്സ് ഓഫ് ദ വേൾഡ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ ആത്മാവ് നമ്മളെ കൺവിക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ആ കൺവിക്ഷൻ്റെ ബേസിസിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ക്ഷമയുടെ ഒരു സമാധാനം നമുക്ക് കിട്ടുമ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കും. ആയുധ് മീ നേരത്തെ പറഞ്ഞല്ലോ, ഏറെ പാപം ക്ഷമിക്കപ്പെട്ട വ്യക്തിക്ക് ഏറെ സന്തോഷവും സ്നേഹവുമുണ്ട്. നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ മെക്കാനിക്കലായിട്ട് വേർഷിപ്പ് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ചിലപ്പോൾ പറ്റുമായിരിക്കും കേട്ടോ, ഐ ഡോണ്ട് നോ. ബട്ട് ഇഫ് യു റിയൽ വേർഷിപ്പ് ഇസ് ബിക്കോസ് യു റിയലി ലവ് ദ ലോഡ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ക്ഷമ അനുഭവിച്ച വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ അതാണ് നമ്മളുടെ രക്ഷയുടെ
അടിസ്ഥാനം. ഐ വിത്ത് മീ? ദൈവം എൻ്റെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കും നിത്യജീവൻ ദൈവത്തോടുകൂടി ചെലവഴിക്കുവാനുള്ള അർഹതയില്ല. അപ്പോൾ എൻ്റെ നിങ്ങളുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് പാപമോചനമാണ്. ആ പാപമോചനം എങ്ങനെയാണ്? ആ കുരിശിൽ മരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാമത്തെ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒന്നുമില്ല. അതും ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അങ്ങനെ അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വാസ് പ്രയോറിറ്റൈസിങ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇൻ ദ ഗോസ്പൽ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇൻ ദ ഗോസ്പൽ ഇസ് ഗോഡ് ഗേവ് ഹിസ് സൺ as a substitutionary sacrifice, that whoso believeth in him, the finished work at the cross at Calvary, might not perish but have everlasting life. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബൈബിളിലെ സന്ദേശം. ഹല്ലേലൂയ. അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്താണ്? gave his son to die for you, to forgive your sins. അപ്പോൾ പാപമോചനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ എന്നാ പറയുന്നത് ദൈവത്തിന് ഒരു സുവിശേഷത്തിൻ്റെ എന്നാ പറയുന്നത് സത്ത് കാത്. ഇറ്റ് ഇസ് എ കാതൽ. God forgives all these type of mistakes. You know that? Hallelujah. 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 അപ്പോൾ മനസ്സിലാക്കണം, that is a core of the gospel is the forgiveness of sins, which results in eternal life. Hallelujah. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ 1/4 ആയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചകളിൽ ഇതിനെക്കുറിച്ച് തന്നെ കേൾക്കാം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട, ദൈവം എന്നെ ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ ദൈവത്തെ എന്തുമാത്രം സ്നേഹിക്കണം എന്നറിയാം. എന്തുമാത്രം സ്നേഹിക്കും. ആ നിത്യജീവൻ നമുക്ക് സൗജന്യമായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? ക്ഷമയ്ക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തവും ചോദിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ ഇനിയിപ്പം പ്രായശ്ചിത്തം ഇൻ കൈൻഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know whether there is a penance in kind or only in prayers. I don't know. So, ചിലത് പറയായിരിക്കും, ഇത്ര രൂപ ഉണ്ടെങ്കിൽ അവിടെ ഇട്, അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ. അതൊക്കെ ചെയ്യേണ്ടതും കൊടുക്കേണ്ടതൊക്കെ യേശു 2000 വർഷം മുമ്പ് കുറിച്ച് ചെയ്ത് കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു, രക്തം കൊടുത്തു, ചിന്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആകെ അതൊന്ന് വിശ്വസിച്ച് ആ പാപമോചനം ഒന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ദൈവം നമ്മളെ ക്ഷമിക്കുന്ന ദൈവമാണ്. ഇതാണ് കർത്തൃമേശ പറയുന്നത്, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. അനുസ്മരിക്കണം ഞാൻ ചെയ്ത ആ കുരിശ ചെയ്ത പ്രവൃത്തിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് കിട്ടിയ ആ നിത്യജീവനെക്കുറിച്ച്, പാപമോചനം അതുവഴി കിട്ടിയ നിത്യജീവനെക്കുറിച്ച് ഓർത്ത് അനുസ്മരിക്കണം.